നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വേദനാജനകമായൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ വിവാഹം നടക്കാനിരുന്ന നവവരൻ വിവാഹം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ ഇന്ന് പുലർച്ചെ 1 മണിക്ക് നടന്ന വാഹന അപകടത്തിൽ മരിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. രാകേഷ് എന്ന യുവാവാണ് മരിച്ചത്. ശ്രീകാര്യത്വം ആണ് സംഭവം നടന്നത്. ശ്രീകാര്യം ചെമ്പഴന്തിയിലെ ചെല്ലമംഗലത്തുള്ള സ്വദേശി കൂടിയായിട്ടുള്ള രാകേഷിന്റെ വിവാഹം ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയും പിന്നീട് രജിസ്റ്റർ മാരേജ് നടത്താമെന്ന വിവരം അവർ തീരുമാനിക്കുകയുമായിരുന്നു. അച്ഛനും അമ്മയും മറ്റു വീട്ടുകാരും സമ്മതിക്കാത്തതിനെ തുടർന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട യുവതിയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന അമ്പലത്തിൽ വെച്ച് താലി കെട്ടുകയും പിന്നീട് രജിസ്റ്റർ വിവാഹം നടത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തതിന് ശേഷം ബന്ധു വീട്ടിൽ പോയി മടങ്ങി വന്നപ്പോഴാണ് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി ഈ ഒരു മരണം സംഭവിച്ചത്, ഈ ഒരു അപകടം സംഭവിച്ചത്. അപകട സ്ഥലത്ത് തന്നെ യുവാവ് മരിച്ചു എന്നാണ് വിവരം. അമിത വേഗതയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. CCTV ദൃശ്യങ്ങളടക്കമുള്ളവ പരിശോധിച്ചാണ് അമിത വേഗത്തിലായിരുന്നു വാഹനം എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ബസ്സിലാണ് ഈ ഒരു സംഭവം, ഈ ഒരു അപകടം നടന്നത്. ഷിഫ്റ്റ് ബസ്സിലേക്ക് ഈ ഒരു ബൈക്ക് വന്നിടിക്കുകയാണ് ചെയ്തത്. ഹെൽമറ്റും ധരിച്ചിരുന്നില്ല. അതിനെ തുടർന്ന് ഈ ബൈക്കിലിടിച്ച ആഘാതത്തിൽ രാകേഷിന്റെ തലയോട്ടി തകർന്നു പോയി എന്നാണ് പറയുന്നത്. തലയോട്ടി അടക്കം ചിതറിപ്പോയി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 1 മണിയോടുകൂടി ഈ ശ്രീകാര്യത്ത് നിന്നും ചാർജ് ചെയ്തതിന് ശേഷം, ഡിപ്പോയിൽ നിന്നും ചാർജ് ചെയ്തതിന് ശേഷം ഇവിടെ വികാസ് ഭവനിലേക്ക് തിരികെ വരികയായിരുന്ന ബസ്സിലാണ് ഈ ഒരു വാഹനം ഇടിച്ചത്. വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോഴേ അറിയാം, ചിന്നിച്ചിതറി ബാക്കി അതിനകത്തില്ല. അതൊരു വാഹനമായിരുന്നു, ഒരു യുവാവ് ഓടിച്ചുകൊണ്ട് വന്നിരുന്ന വാഹനമായിരുന്നു എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ചിന്ന ഭിന്നമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാട്ടായിക്കോണം സ്വദേശിനിയെ വിവാഹം കഴിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഇന്ന് രാവിലെയാണ് വിവാഹം കഴിക്കാനായി തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു അമിത വേഗത്തിലുണ്ടായ ഒരു അപകടം അത് ആ യുവാവിന്റെ ജീവൻ തന്നെ കവർന്നിരിക്കുകയാണ്. മറ്റു ദുരൂഹതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. പ്രധാനമായും വീട്ടുകാരുടെ സമ്മതപ്രകാരമല്ല വിവാഹം നടക്കാനിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ആണോ, പോരാത്തതിന് ഇതൊരു ആത്മഹത്യയാണോ എന്നൊരു സംശയം കൂടി പലരും ചോദിക്കുന്നുണ്ട്. കാരണം വിവാഹ ദിവസങ്ങളിൽ പതിയെയൊക്കെ വാഹനം ഓടിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ വളരെ വേഗത്തിൽ, അമിത വേഗത്തിലായിരുന്നു വാഹനമെന്നാണ് പറയുന്നത്. ഹെൽമറ്റും ധരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മരണം ഇത്തരത്തിൽ ആഘാതത്തിൽ ആ ഇടി തലയിലേക്ക് ഏറ്റത് എന്നുള്ളതാണ്. എന്തായാലും ഞെട്ടലിൽ തന്നെയാണ് ആ യുവതിയും നവവധുവും ഒക്കെ. എന്തായാലും ഇന്ന് രാവിലെ വിവാഹം നടക്കാനിരുന്ന സമയത്താണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത വായിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് എല്ലാവരും ഹെൽമറ്റ് ധരിക്കുക, പോലീസിനെ ഭയന്ന് മാത്രം ഹെൽമറ്റ് ധരിക്കുക എന്ന ഒരു ശീലം അത് മാറ്റി നിർത്തുക, തങ്ങളുടെ സുരക്ഷ കൂടി കരുതി മാത്രം ഹെൽമറ്റ് ധരിക്കുക. എത്രയോ യുവാക്കൾ പറഞ്ഞിട്ടുണ്ട് അവർ അപകടത്തിൽപ്പെട്ടപ്പോൾ ജീവൻ രക്ഷപ്പെട്ടത് തല വന്ന് ഇടിക്കാതിരുന്നത് ഹെൽമറ്റ് വെച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രം ഹെൽമറ്റ് ധരിക്കുക, അല്ലാതെ ആ മുക്കിൽ പോലീസുണ്ട്, ഇവിടെ പോലീസുണ്ട്, ഇവിടെ CCTV ഉണ്ട് എന്ന് വെച്ച് മാത്രം ഹെൽമറ്റ് ധരിക്കാതിരിക്കുക. തങ്ങളുടെ സ്വയം രക്ഷയ്ക്ക് കൂടി ഹെൽമറ്റ് ധരിക്കുക. അതും വില കുറഞ്ഞ ഹെൽമറ്റുകൾ അല്ലാതെ കുറച്ച് വില കൊടുത്ത് തന്നെ നല്ലൊരു ഹെൽമറ്റ് വാങ്ങി ഉപയോഗിക്കുക. നമ്മുടെ ജീവന് കൂടി രക്ഷയ്ക്കാണ്, അത് നല്ലതാണ് എന്ന് മറക്കാതിരിക്കുക. കാരണം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുകയാണ്. എല്ലാവരും ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നവരായിരിക്കാം, പലരും അലസമായി ഹെൽമെറ്റ് ധരിക്കുന്നവരായിരിക്കാം. അപ്പോൾ അതിനൊക്കെ തന്നെ മറികടന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ച പെൺകുട്ടിയുമായി അദ്ദേഹം വിവാഹം നടക്കാനിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണം. അദ്ദേഹം പോലും കരുതിയിരുന്നില്ല ആ യാത്ര ഇത്തരത്തിൽ അന്ത്യത്തിൽ അവസാനിക്കും എന്നുള്ളത്. എന്തായാലും വളരെ വേദനയോടുകൂടി നാടും നാട്ടാരും ആ യുവതിയും ഒക്കെ തന്നെ കണ്ണീരോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുകിട്ടിയ മൃതശരീരം നോക്കി കരയുന്നത് കാണുമ്പോൾ ഉള്ളു ഉലഞ്ഞു പോവുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല.